ഡോക്ടർ ഫസൽ ഗഫൂർ, ലീഗ് അതിൻ്റെ സാധാരണ രീതി വെടിയുകയാണോ എന്ന് സംശയമുണ്ട്. ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്ന ഇ.ടിയുടെ പ്രതികരണം, പിന്നീട് അത് മയപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങളും നടത്തിയ ശ്രമം, കെ.എം. ഷാജി നേരത്തെ നടത്തിയ പ്രസംഗം, പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, എന്താണ് UDF-ൽ സംഭവിക്കുന്നത്? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, അതെന്താ വെച്ചാൽ പരക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടാവുന്നുണ്ട്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അതിന് ഞാനൊരു ഉത്തരം പറഞ്ഞുതരാം. അതായത് മുസ്ലിം സംഘടനാ മീറ്റിങ്ങിൽ LMS ഉണ്ടല്ലോ, ആ മീറ്റിങ്ങിൽ ഫറൂഖ് കോളേജിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞത് ഇത് വഖഫല്ല, ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് എന്ന് നേരിട്ട് വന്ന് പറയണേ ചെയ്ത്. അപ്പോൾ അതാ എന്നെ ആ മത്സരം ചില മുസ്ലിം സംഘടനകളുടെ സൈഡിലിരുന്ന് അവരും നേരിട്ട് പറഞ്ഞൊന്നുമില്ല, അല്ലല്ല അങ്ങനെയൊന്നുമല്ല ഇത് വഖഫാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തൽക്കാല തർക്കത്തിന് പോകണ്ട, കാരണം ഇതിപ്പോൾ തൽക്കാലം മുനമ്പിലെ ജനങ്ങളുടെ കാര്യം നമുക്ക് പരിഹരിക്കുക, അതുകൊണ്ട് നമ്മൾ ആ തർക്കം എടുത്തിട്ടുണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ വരിക. ഇപ്പോൾ ഉദാഹരണമായിട്ട് വഖഫ് സംരക്ഷണ സമിതി അവർ കോടതിയിൽ പോയിരിക്കുകയാണ്. അവർ പോയിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ എല്ലാവരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയണത്, നമ്മുടെ സക്കീർ, നമ്മുടെ PSC ചെയർമാൻ, അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആദ്യം തന്നെ ഇത് കോടതിയിൽ, അതായത് പറവൂർ സബ് കോടതിയിൽ ഇത് വഖഫാന്ന് പറഞ്ഞു, പിന്നെ ഹൈക്കോടതിയിൽ ഇത് വഖഫാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കിടക്കുന്ന ഒരു വഖഫാണെന്ന് പറഞ്ഞ കിടക്കണ കാര്യത്തിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ ഇപ്പോൾ തൽക്കാലം പറ്റൂല അന്ന് പറഞ്ഞാട്ടോ, ജുഡീഷ്യൽ കമ്മീഷനെ ഏർപ്പെടുത്തുന്നതിന് മുമ്പായിട്ട്. കാരണം ഇത് നിയമപരമായിട്ട് ഇത് വഖഫാണ്. അപ്പോൾ മറ്റൊരു കാര്യം എന്താ പറയുക, ഫറൂഖ് കോളേജ് മറ്റുള്ളൊരു കാര്യം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചിട്ട് ക്രിമിനൽ പ്രൊസീഡിങ്സ് അവർക്കെതിരായിട്ട് വഖഫ് ബോർഡിൽ നടക്കും. അത് കോടതി നടപ്പാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കുള്ള ജുഡീഷ്യലായിട്ടുള്ള നിയമപ്രകാരം അവർക്കെതിരായിട്ട് നടപടി വരും എന്നുള്ള കാര്യം ആണ് അതിൽ വന്നിട്ടുള്ളത്. അതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെ മരിച്ചുപോയി അന്ന് ഈ വിറ്റ കൂട്ടത്തിൽ, ഈ പോളിനെ ഏൽപ്പിച്ച കൂട്ടത്തിൽ. മനസ്സിലായി? ഇപ്പോൾ ഉള്ള പുതിയതായിട്ടുള്ള കുറേ കൂടെ ഈ അടുത്ത് വന്ന് ചേർന്നിട്ടുള്ള അംഗങ്ങളാണ്. അത് കാരശ്ശേരി മാസ്റ്റർക്ക് അറിയാലോ. അപ്പോൾ ആ അംഗങ്ങൾക്ക് പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ പറയുക ഇൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റെസ്പോണ്ടൻറ്റ് സുപ്പീരിയർ എന്നൊക്കെ പറഞ്ഞവർ ഇൻ കണ്ടിന്യൂറ്റി ആണ് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ. ഇപ്പോൾ MES-ൽ ഞാൻ പ്രസിഡൻ്റ് ആയിരിക്കണം. 50-25 കൊല്ലം മുമ്പ് പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല, ഞാൻ എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോൾ ഒരു ഭരണത്തിലുള്ളവരെ ഞങ്ങൾ ബാധിക്കുന്നില്ല പറഞ്ഞു. അപ്പോൾ ആ നിലക്കാണ് ഇത് വന്നത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ശരിക്കും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കും അറിയാം അവർ ആ സംസാരിച്ച രീതിയെ അവർ അംഗീകരിക്കുന്നില്ല. കാരണം സാദിഖ് അലി തങ്ങളുടെ പ്രസ് കോൺഫറൻസിൻ്റെ അവസാനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അത് ആ തരത്തിലല്ല ഇത് കാണേണ്ടത് എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി പറയുന്നത് രസകരമായിട്ടാണ്, അത് വഖഫ് അല്ല എന്ന് ആരും പറഞ്ഞില്ല എന്ന്. എന്തല്ലേ E.T. മുഹമ്മദ് ബഷീർ പറയുന്നത് അത് വഖഫ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷാജി ഇരട്ടി മൂപ്പര സ്ഥിരം ശൈലിയാണ്, ആ ശൈലിയിൽ അടിച്ചു വിട്ടിരിക്കുകയാണ് മൂപ്പര വഖഫാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഡോക്യുമെൻ്റ് കണ്ടിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റിൽ എഴുതിയിരിക്കുന്നത് വഖഫാണെന്നാണ്. അതിന് ഫറൂഖ് കോളേജ് കമ്മിറ്റിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ക്ലോസ് ഉണ്ട്, വഖഫ് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വേറെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ ക്ലോസസ് നമ്മുടെ കമ്മീഷൻ്റെ ഇവിടുത്തെ വഖഫ് കമ്മീഷൻ ഇവിടുത്തെ ബോർഡ് പറയണമെന്ന് വെച്ചാൽ ഉള്ളിൽ എന്ത് എഴുതിയിരിക്കുന്നുള്ള വേറെ വിഷയമാണ്. വഖഫ് ചെയ്തെന്ന് പറഞ്ഞാൽ വഖഫ് സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. വഖഫ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അതിൽ പല പ്രശ്നം ഉണ്ടാവും. ഉദാഹരണമായിട്ട് വഖഫിന് നമ്മൾ സ്ഥലം കൊടുത്ത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വയലാണ്, അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്റ്റിൽ പെട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് അത് വഖഫല്ലാതാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ജുഡീഷ്യലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോൾ ഇതിൽ പറ്റിയിരിക്കുന്നത് വെച്ചാൽ സതീശൻ പറഞ്ഞല്ലോ, അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞാണ് ഈ കാര്യം എന്നുള്ളത്. പക്ഷേ അതിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പഠിച്ചിട്ട് പറയണമെന്ന് വെച്ചാൽ ഗവൺമെൻറ് ബോഡിയാണ് പഠിക്കുന്നത്. ആ ഗവൺമെൻറ് ബോഡി പറഞ്ഞിട്ടുള്ളത്, അതായത് നമ്മുടെ വഖഫ് ബോർഡ് പറയുന്നത് ഇത് വഖഫാണ്. പക്ഷേ അത് എല്ലാവരും ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. എന്താണ് ആ സ്വരം? അവരെല്ലാവരും പറയുന്നത് ഈ മുനമ്പിൽ താമസിക്കുന്ന ജനങ്ങളെ ഒരു കാരണവശാലും അവിടെ നിന്ന് മാറ്റാം. വഖഫാണെങ്കിലും വേണ്ടില്ല, വഖഫ് അല്ലെങ്കിലും വേണ്ടില്ല. എന്നുള്ളതാണല്ലോ എല്ലാ സംഘടനകളും പറഞ്ഞിട്ടുള്ളത്. ഈ പരിപാടിയില്ല. വഖഫ് സംരക്ഷണ സമിതി ഇവിടെ വന്നിരിക്കുന്നത് ആരെ സഹായിക്കാനാണ് എന്നൊരു സംശയം കൂടി അവിടെ നിൽക്കുകയാണല്ലോ ശ്രീ ഫസൽ ഗഫൂർ. ഇതിനകത്ത് SDPI PDP ഒഴിച്ചുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും മുനമ്പത്തുനിന്ന് ആരെയും ഒഴിപ്പിക്കേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ലീഗിലെ ചില നേതാക്കളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ആരെ സഹായിക്കും? അല്ല, പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചാനലിലിരിക്കുമ്പോഴൊക്കെ ചില മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാറുണ്ട്.
കാരണം പെട്ടെന്ന് ശ്രുതി ഒരു കാര്യം നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നതനുസരിച്ച് ഒരു ഉത്തരം പറയുന്നു എന്നുള്ള രീതിയിൽ ഇത് ചാടിക്കയറി വെറുതെ കയറി, അത് ഓരോരുത്തരും ഒരു നേച്ചറുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, വളരെ ആലോചിച്ചിട്ട് സംസാരിക്കുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി. നമ്മൾ കുഞ്ഞാലിക്കുട്ടിയുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ മനസ്സിലാവില്ല മൂപ്പർ എന്താ പറഞ്ഞതെന്ന്, മനസ്സിലായില്ലേ? അതേസമയം ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, PK ഫിറോസോ അല്ലെങ്കിൽ ഞാൻ ലീഗിൻ്റെ ആൾക്കാരെ പറയണം. അതേമാതിരി എല്ലാ പാർട്ടികളിലും ഉണ്ട് ഇങ്ങനെ അടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ VD സതീഷിനെ അടിച്ച് പറയുന്ന ആളാണ്, K മുരളീധരൻ അടിച്ച് സിക്സർ അടിക്കുന്ന ആളാണ്, മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുപരിപാടിയിൽ വെച്ച് സംസാരിച്ചതിനെ ലീഗ് തന്നെ പറയുന്നു ഞങ്ങളത് ഡിസോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഇനി ചാനലിൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പോകണ്ട എന്നവർ പറഞ്ഞിരിക്കുന്നില്ല. അത് ഒരു വലിയൊരു വിഷയമായിരിക്കും, അത് വലിയ വിഷയമായി നിൽക്കും. മാത്രമല്ല KM ഷാജിയെയും ET ഒന്നും അങ്ങനെ തടയാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ നിലപാടാണോ, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നിലപാടിനെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ളവരെ കൂടെ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ വിട്ടുപോകാതിരിക്കാൻ എടുക്കുന്ന ഒരു ശ്രമമായിട്ടാണോ അതിനെ കാണേണ്ടത്? അല്ലല്ല, അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു നിഗമനമാണ്. എന്താ കാരണം വെച്ചാൽ ഞാനിവരൊക്കെ ഇവരെന്താ ഇവരെ പരിപാടി എന്നൊക്കെ എനിക്ക് നല്ലോണം അറിയണം. ഇവരുടെ സ്വഭാവമൊക്കെ നല്ല, ഞാൻ കുട്ടിക്കാലത്തെ കാണണം ഇവരൊക്കെ. അപ്പോൾ മാഷർക്കും അറിയാം, ഇതേ ഷാജി തന്നെയല്ലേ തീവ്രവാദത്തിനെതിരായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ഭയങ്കര വെള്ളം കൂട്ടി. പിന്നെ എന്താ പ്രശ്നം എന്നറിയോ? ഒരു കാലത്ത് ഇവർ പറയും ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയും. കുറേ കഴിയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടക്കണം കാണും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആശയപരമായിട്ട് മുസ്ലിം സംഘടനകളിലൊക്കെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ഏതായാലും അതൊരു ഇപ്പോൾ ലീഗിൽ 2 ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ 2 ഗ്രൂപ്പുകൾ ഇതിൻ്റെ പേരിൽ അടിപിടി കൂടുകയൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് ഈ സംസാരം കഴിഞ്ഞു. കാരണം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആ തങ്ങൾ പറഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ അന്തിമമായിട്ട് ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ടുഡേ ലീഗിൻ്റെ. നാളെ എന്തായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നുമല്ല അത്, മനസ്സിലായില്ലേ? അല്ല പ്രസിഡന്റ് എലക്ട് ഫോർ ലൈഫ് ഒന്നുമല്ല കോൺസ്റ്റിറ്റ്യൂഷണലി, അതല്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ നാളെ ചിലപ്പോൾ ഇതിനെതിരായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ സമസ്തയുടെ ഭയങ്കര വഴക്ക് നടക്കുന്നില്ലേ, പ്രോ മുസ്ലിം ലീഗും ആൻറ്റി മുസ്ലിം ലീഗുമായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടും ലീഗിൽ ആയിരുന്നവരാണല്ലോ. സമസ്ത എന്ന് പറഞ്ഞാൽ മുഴുവൻ ലീഗായിട്ടുള്ള ആൾക്കാരാണ്. ആ ലീഗായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ 2ആയിട്ട് പിരിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഒത്തീർപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല, അവർ ഒത്തീർപ്പാക്കി കാണുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഒത്തീർപ്പാക്കില്ല, അവിടേക്ക് എത്തിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി യോഗം ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗ് വിരുദ്ധർ എത്തിയില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.